ഫ്രണ്ട്സ്, പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് നഫാഡിൽ നിന്നാണ്. നാഷണൽ ബാങ്ക് ഫോർ ഫിനാൻസിങ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന നഫാഡിൽ നിന്നാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. സോ ഇന്നത്തെ വീഡിയോ ഇതാണ് നോക്കാൻ പോകുന്നത്. സോ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് 3/7/2026, ക്ലോസിംഗ് ചെയ്യുന്ന ഡേറ്റ് 24/7/2026 ആണെന്ന് ഓർത്തിരിക്കുക. ഇനി ഏതൊക്കെ പോസ്റ്റുകളാണ് വന്നിരിക്കുന്നത് നോക്കാം. വന്നിരിക്കുന്ന ഫസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്നത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. സോ ഒരു വേക്കൻസി ആയിട്ടുണ്ട് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 55 വയസ്സുള്ളവർക്കിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് CA അല്ലെങ്കിൽ MBA അല്ലെങ്കിൽ PG ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ മാനേജ്മെൻറ്റ്, അതിൽ സ്പെഷ്യലൈസേഷൻ ചെയ്തിരിക്കുന്നത് ഫിനാൻസിലാണെന്നും മെയിനായിട്ട് പറയുന്നുണ്ട്. മറ്റൊരു ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട് ചാർട്ടേഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റായിട്ടും നിങ്ങൾ CFA ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിസ്ക് മാനേജറായിട്ട് നിങ്ങൾ ഗ്ലോബൽ അസോസിയേഷൻ ഫോർ റിസ്ക് പ്രൊഫഷണൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് ഓർത്തിരിക്കുക. സോ ബേസിക് ക്വാളിഫിക്കേഷൻ പറയുന്നത് ഇതാണെന്ന് ഓർത്തിരിക്കുക. CA MBA അല്ലെങ്കിൽ PG ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ മാനേജ്മെൻറ്റ്, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മെയിനായിട്ട് വേണ്ട ഒരു കാര്യമാണ് നിങ്ങൾക്ക് 20 വർഷത്തിൽ കൂടുതലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്ന് ഇതിൽ ഓർത്തിരിക്കുക. ഇനിയും അതുപോലെ തന്നെ രണ്ടാമത് വന്നിരിക്കുന്ന പോസ്റ്റ് നോക്കാം. ചീഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫീസറാണ്. ഒരു വേക്കൻസിയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 55 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇതിനും സെയിം ക്വാളിഫിക്കേഷൻ തന്നെയാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ സെയിം എക്സ്പീരിയൻസ് തന്നെയാണ്, 20 വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. പിന്നീട് വന്നിരിക്കുന്ന പോസ്റ്റ് നോക്കാം. കംപ്ലയിൻസ് ഓഫീസറാണ്. സോ ഒരു വേക്കൻസി 55 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് CA അല്ലെങ്കിൽ CS അല്ലെങ്കിൽ MBA അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ മാനേജ്മെൻറ്റ്, സ്പെഷ്യലൈസേഷൻ ചെയ്തിരിക്കുന്നത് ഫിനാൻസിലായിരിക്കണം. അതോടൊപ്പം തന്നെ MBA അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ റെഗുലറായിട്ട് എടുത്തവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഡിഗ്രി ഇൻ ലോ പഠിച്ചവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് 8 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. കംപ്ലയിൻസ് അല്ലെങ്കിൽ ലീഗൽ അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറി റോളിൽ 8 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. സോ ഈ 3 കാറ്റഗറി അല്ലെങ്കിൽ 3 മെറിറ്റ് ക്വാളിഫൈ ചെയ്യുന്നവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ലൊക്കേഷൻ വരുന്ന ഓർത്തിരിക്കുക. ഗുജറാത്ത് ഇൻ്റർനാഷണൽ ഫിനാൻസ് ടെക് സിറ്റി ആയിട്ടുള്ള ഗിഫ്റ്റ് സിറ്റിയിലായിരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നതെന്ന് ഓർത്തിരിക്കും. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് നോക്കാം. സെലക്ഷൻ പ്രോസസ്സ് പറയുന്നത് നിങ്ങൾ ഓൺലൈൻ ത്രൂ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. നിങ്ങൾ മെയിൽ ത്രൂ ആണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. സോ മെയിൽ ത്രൂ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ സ്ക്രീൻ ചെയ്യും. സോ സ്ക്രീനിങ് ചെയ്തിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റിന് അവർ നിങ്ങൾ ഏതാണ് പ്രോപ്പർ മെയിൽ ID കൂടാണോ അപ്ലൈ ചെയ്യുന്ന ആ മെയിൽ ID കൂടെ റിപ്ലൈ തരുന്നതായിരിക്കും. സോ അതിനുശേഷം നിങ്ങൾക്കൊരു പ്രോപ്പർ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഫൈനൽ സെലക്ഷൻ വരുന്നത്. ഹൈ സാലറിയോടെയാണ് നിങ്ങൾക്ക് ഇതിലേക്ക് ജോബ് സെക്യൂർ ആവുന്നതെന്ന് ഓർത്തിരിക്കാം. അതിനാണ് ഇവിടെ പറയുന്നത് പ്രോപ്പർ ഇമെയിൽ ID മൊബൈൽ നമ്പർ പ്രോപ്പറായിട്ട് ഇതിനകത്ത് കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഓർത്തിരിക്കുക. നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള ലേറ്റസ്റ്റ് നിങ്ങളുടെ CV വേണം. ആ CV നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോസും നിങ്ങൾ അറ്റാച്ച് ചെയ്തിരിക്കണമെന്നും പറയുന്നുണ്ട്. എന്നിട്ട് recruitment@nafid.org എന്ന് പറയുന്ന ഇമെയിൽ ID ത്രൂ നിങ്ങൾ സബ്ജക്റ്റിൻ്റെ അവിടെ ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഏത് പോസ്റ്റിൻ്റെ ജോബ് കോഡാണോ അതും പോസ്റ്റിൻ്റെ നെയിം കൂടെ എൻ്റർ ചെയ്താൽ പിന്നെ ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കും. സോ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. സോ അതും കൂടെ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്യുക. എന്നിട്ട് മെയിൽ ID 24 ജൂലൈ 2026 6 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ സെൻഡ് ചെയ്തിട്ട് വരുന്നുണ്ട്. സോ ഇതാണ് ലാസ്റ്റ് ഡേറ്റ്. 24 ജൂലൈ 2026 ലാസ്റ്റ് ഡേറ്റ്. കോൾ ലെറ്റർ അല്ല, ഇൻ്റർവ്യൂവിൻ്റെ കോൾ ലെറ്റർ അല്ല, നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന മെയിൽ ID ത്രൂ ആയിരിക്കും നിങ്ങൾ അവർ ബാക്കി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നഫീഡ് നാഷണൽ ബാങ്ക് ഫോർ ഫിനാൻസിങ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഡെവലപ്മെൻറ്റിലേക്കാണ് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഈ ക്വാളിഫിക്കേഷൻസും എക്സ്പീരിയൻസും മീറ്റ് ചെയ്യുന്നവർക്ക് ഇതിലൊക്കെ അപ്ലൈ ആവുന്നതാണ്.